ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കൾച്ചർ എന്നാണ്. എന്താണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ ഓരോ സൊസൈറ്റിയിലും എന്താണ് നമുക്ക് പല പല കൾച്ചറായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ആ കൾച്ചർ നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് ഓരോ കൾച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതെന്താണ് അതിൻ്റെ പല പല ആസ്പെക്ട്സ്, അതിൻ്റെ ഡെഫിനേഷൻസ് അതൊന്നും എന്താണ് നമുക്ക് അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കതെന്താണെന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൾച്ചർ എന്താണ് കൾച്ചർ എന്ന് നമുക്ക് ആദ്യം നോക്കാം. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യുണീക്ക് പൊസിഷൻ ഓഫ് മാൻ ആണ്. എന്ത് നമ്മുടെ എന്താണ് മനുഷ്യന് മാത്രമുള്ളൊരു ആസ്പെക്റ്റ് ആണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് അതൊരു യുണീക്ക് പൊസിഷൻ ഓഫ് മാൻ ആണെന്ന് പറയുന്നത്. ഒൺലി മാൻ ഇസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ എ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതായത് എന്താണ് ഒരു കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ മാൻ ആണ് എന്ത് ജനിക്കുന്നത്. അവരെ നമ്മൾ പിന്നെ എന്താണ് ഒരു വളർത്തിയെടുക്കുന്നത് എന്താണ് മാനിനെ മാത്രമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതർ ആനിമൽസ് ലിവ് ഇൻ എ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. പക്ഷെ എന്താണ് മറ്റ് എന്താണ് ആനിമൽസ് നമ്മൾ ചുറ്റും കാണുന്ന മൃഗങ്ങൾ എന്താണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ലിവിങ് നോൺ ലിവിങ് സ്പീഷീസ് ആയിക്കോട്ടെ, അവരെല്ലാം എന്താണ് ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിലാണ് എന്താണ് ജീവിക്കുന്നത്. ഒരു കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഉള്ളത് ആർക്ക് മാത്രമാണ്? മാനിന് മാത്രമാണ് എന്നാണ് എന്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ വേർഡ് കൾച്ചർ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദി ലാറ്റിൻ വേർഡ്. അപ്പം ലാറ്റിൻ വേർഡായ കൾച്യൂറായിൽ നിന്നുമാണ് എന്ത് ലാറ്റിൻ വേർഡായ കൾച്യൂറായിൽ നിന്നുമാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്ന വേർഡ് ഒറിജിൻ ചെയ്ത് വന്നത്. വിച്ച് എമേർജ് ഫ്രം ദി വേർഡ്. ഈ കൾച്ചർ പിന്നെ ഏത് വേർഡിൽ നിന്നാണ് എമേർജ് ചെയ്തത്? കൊളീർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്ത് എമേർജ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണ്? ടു കൾട്ടിവേറ്റ്. എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എന്താണ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരിക, വളർത്തിക്കൊണ്ട് വരിക. നമ്മൾ എന്താണ് കൾട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിത്ത് പാകി വളർത്തിക്കൊണ്ട് വരിക. അതുപോലെ എന്തിനെങ്കിലും വളർത്തിക്കൊണ്ട് വരിക എന്നതിൻ്റെ മീനിങ് ആണ് എന്ത് കൊളീർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്ന വേർഡ് എമേർജ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ആദ്യം എന്താണ് നമുക്ക് മെലിനോസ്കിയുടെ ഡെഫിനേഷൻ നോക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ആണ്. മെലിനോസ്കി ഹാസ് ഡിഫൈൻഡ് കൾച്ചർ ആസ് ദി ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ. ഒരു മനുഷ്യൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എന്താണ് എല്ലാം കൂടിയുള്ള ഒരു ക്രിയേഷനാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് അതിന് മാറ്റങ്ങൾ വരുന്നു. അതെല്ലാം എന്താണ് നമ്മൾ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു, പുതിയ പുതിയ ടെക്നീക്സ് കൊണ്ടുവരുന്നു. നമ്മൾ ഓരോ കൾച്ചറും എന്ത് ചെയ്ത് നമ്മൾ റിഫൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത് മറ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കുന്നു. അതിനെയാണ് എന്താ അതൊരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, he also regards culture as the handiwork of man. Very important. കൾച്ചറിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഹൂ സെഡ് എന്താണ് കൾച്ചർ ഇസ് എ ഹാൻഡി വർക്ക് ഓഫ് മാൻ എന്ന് ചോദിച്ചാൽ ആരാണ്? മെലിനോസ്കിയാണ് ആൻസർ. അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്ന് ചോദിച്ചാലും മെലിനോസ്കിയാണ് ആൻസർ എന്ന് പറയുന്നത്. ദ മീഡിയം ഹാൻഡി വർക്ക് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്, നമ്മൾ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് കൾച്ചർ എന്നാണ് എന്ത് മെലിനോസ്കി പറയുന്നത്. ആൻഡ് ദ മീഡിയം ത്രൂ വിച്ച് ഹി അച്ചീവ്സ് സെൻസ്. അത് മാത്രമല്ല എന്താണ് നമുക്ക് എന്തെങ്കിലും എന്താണ് ഒരു ഗോൾ കാണും. അപ്പോൾ നമ്മളത് അച്ചീവ് ചെയ്യുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? നമ്മൾ കൾച്ചർ എന്ന് പറയുന്ന ഒരു മീഡിയം വഴിയായിരിക്കും എന്താണ് നമ്മൾ ആ എൻഡ് പ്രോസസ്സിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അവസാനത്തെ ഗോളിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് എന്ത് മെലിനോസ്കിയുടെ ഡെഫിനേഷൻ ഓഫ് കൾച്ചർ. ഓക്കെ, അടുത്തത് ആരുടെയാണ്? ഇ.ബി. ടൈലറിൻ്റെ ഡെഫിനേഷൻ. ഇതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. കൾച്ചറിൻ്റെ ഡെഫിനേഷൻസ് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് ഡെഫിനേഷൻസ് ഒന്നും പറയാതെ പോകില്ല. അപ്പോൾ എന്താണ് ഇ.ബി. ടൈലറിൻ്റെ ഡെഫിനേഷൻ എന്താണ്? കൾച്ചർ ഇസ് ദാറ്റ് കോംപ്ലക്സ് ഹോൾ. ഒരു കോംപ്ലക്സ് ഹോൾ ആയിട്ടുള്ള സംഭവമാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. ആ കോംപ്ലക്സ് ഹോളിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? നോളജ്, ബിലീഫ്സ്, ആർട്ട്, മൊറാൽസ്, ലോ, കസ്റ്റം ആൻഡ് എനി അതർ കേപ്പബിലിറ്റീസ്. എന്തായാലും ആൻഡ് ഹാബിറ്റ്സ് അക്വയർഡ് ബൈ മാൻ. മനുഷ്യൻ എന്താണ് എന്തൊക്കെ ഹാബിറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്താണ്, അതായത് ഒരു മെമ്പർ ഓഫ് സൊസൈറ്റി ആയിട്ട് മനുഷ്യൻ, ഒരു മെമ്പർ ഓഫ് സൊസൈറ്റി ആയിട്ട് മാൻ എന്തൊക്കെ ഹാബിറ്റ്സ് അക്വയർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്താണ് നമ്മൾ കൾച്ചറിൽ ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതൊരു കോംപ്ലക്സ് ഹോൾ ആണെന്ന് പറയുന്നത്. അതായത് എല്ലാം കൂടിയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഹോൾ ആയിട്ടുള്ളൊരു സിസ്റ്റം. അതിലെന്തൊക്കെയുണ്ട്? നമ്മൾ മനുഷ്യൻ എന്താണ് അക്വയർ ചെയ്ത എല്ലാ സംഭവങ്ങളും കേപ്പബിലിറ്റീസും ഹാബിറ്റ്സും എന്താണ് നമ്മൾ കൾച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ എന്ത് ഇ.ബി. ടൈലർ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താണ് നോളജ്, ബിലീഫ്, ആർട്ട്, മൊറൽസ്, ലോ, കസ്റ്റം. ഓക്കെ, ഇതാണെന്ത് ഇ.ബി. ടൈലറിൻ്റെ ഡെഫിനേഷൻ ഓഫ് കൾച്ചർ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടൈലേഴ്സ് ഡെഫിനേഷൻ ഇസ് വൈഡ്ലി കോട്ടഡ് ആൻഡ് യൂസ്ഡ് ടുഡേ. എന്താണ് ടൈലറിൻ്റെ കൾച്ചറിൻ്റെ ഡെഫിനേഷനാണ് എന്ത് നമ്മളെപ്പോഴും എന്താണ് കോട്ട് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കൾച്ചറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
അപ്പോൾ ഇൻ സോഷ്യോളജി എന്താണ് കൾച്ചർ റെഫേഴ്സ് ടു ഷെയർഡ് ബിലീഫ്, വാല്യൂസ്, കസ്റ്റംസ്, ബിഹേവിയേഴ്സ് ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ദ ഡിഫൈൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ എന്താണ് നമ്മളൊരു കൾച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും ഡെഫിനേഷൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്രൂപ്പ്, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ് സൊസൈറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽസ് ചേർന്നൊരു ഗ്രൂപ്പാണ് എന്ത് സൊസൈറ്റി എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള എന്താണ് നമ്മുടെ ബിലീഫ്, ആ ഗ്രൂപ്പിനകത്തുള്ള ബിലീഫ്സ്, മോറൽസ്, വാല്യൂസ്, ഫോക്ക് വേസ്, നോംസ്, ഇതെല്ലാമാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. അത് ഓരോ സമൂഹത്തിലും ഓരോ ഗ്രൂപ്പിൻ്റെ ഇടയിലും എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എന്താണ് നിങ്ങളുടെ കൾച്ചർ എന്തായിരിക്കും, നിങ്ങളുടെ ജനിച്ച നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ കൾച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കൾച്ചർ ഒട്ടും എന്താണ് അറിയുകയും ഉണ്ടാവണം എന്നില്ല. കാരണം എന്താണ് അവർ അവരുടെ കൾച്ചറിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ കേരളം എടുത്താലും ഇപ്പോൾ ട്രിവാൻഡ്രം എടുത്താലും കേരളം എടുത്താലും ഇന്ത്യ എടുത്താലും ഇനി മറ്റൊരു എന്താണ് രാജ്യം എടുത്താലും എന്താണ് ഫോർ എക്സാമ്പിൾ USA അല്ലെങ്കിൽ മറ്റൊരു USA എടുത്താലും മറ്റൊരു രാജ്യം എടുത്താലും എന്താണ് ഓരോ സ്ഥലത്തിലുള്ള കൾച്ചർ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് പ്ലേസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, സ്റ്റേറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ എന്താണ് പല പല സ്ഥലങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്താണ് അവരുടെ കൾച്ചർ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ആ ഒരു ഗ്രൂപ്പ്, നിങ്ങൾ ഏതൊരു ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിലുള്ള ആസ്പെക്ട്സ്, എന്ത് ആസ്പെക്ട്സ്, ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ബിഹേവിയേഴ്സ്, ഈ ആസ്പെക്ട്സ് എല്ലാം റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ആ ഗ്രൂപ്പിലെ കൾച്ചർ ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ലേൺഡ് ആണ്, നമ്മൾ പഠിക്കുകയാണ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുമ്പം തന്നെ എന്താണ് നമ്മൾ കൾച്ചർ നമ്മുടെ ഉള്ളിൽ ഇല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കൂടെയാണ് എന്ത് നമ്മൾ കൾച്ചർ പഠിക്കുന്നത്. അതാണ് എന്ത് കൾച്ചർ ഇസ് ലേൺഡ് എന്ന് പറയുന്നത്. കൾച്ചർ നമ്മൾ ബയോളജിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ എന്താണ് നമ്മുടെ ഫാമിലി, സ്കൂൾ, സൊസൈറ്റി ഇവിടെ നിന്നെല്ലാം എന്താണ് നമ്മൾ പഠിക്കുന്നതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഷേക്കിംഗ് ഹാൻഡ്സ് അല്ലെങ്കിൽ എന്താണ് സേയിങ് നമസ്കാർ, നമ്മൾ താങ്ക്സ് പറയുന്നു, നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ ഡ്രസ്സ് ചെയ്യുന്നു നമ്മുടെ കൾച്ചറിൻ്റെ ബേസിസിൽ, അതെന്താണെന്ന് നമ്മൾ ലേൺഡാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് കൾച്ചർ എന്താണ് ഷെയർഡ് ആണ്. ഇറ്റ്സ് നോട്ട് സംതിങ് പേഴ്സണൽ, ഇറ്റ്സ് കോമൺ എമംഗ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് ഞാനൊരു ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്താണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ എന്താണ് ഒരു കൾച്ചർ കാണും. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ എന്താണ് എൻ്റെ ഫാമിലി ഒരു 5 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 5 മെമ്പേഴ്സിനും എന്താണ് ഇൻഡിവിജ്വൽ കൾച്ചേഴ്സ് അല്ല, ഈ 5 മെമ്പേഴ്സിനും എന്താണ് ഒരേ സെയിം കൾച്ചേഴ്സാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൾച്ചർ ഷെയർ ചെയ്യുന്നു. എന്താണ് അതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് പേഴ്സണൽ എന്ന് പറയുന്നത്. അതായത് ഈ 5 മെമ്പേഴ്സിൽ ഒരാൾ ഞാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് മാത്രം ഒരു കൾച്ചർ, മറ്റ് 4 പേർക്കും വേറൊരു കൾച്ചർ അല്ല. അതുകൊണ്ടാണ് എന്താണ് ഇറ്റ്സ് നോട്ട് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നത് എന്താണ് ഒരു കൾച്ചറായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് കോമൺ എമംഗ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൽ ഒരേ സെയിം കൾച്ചറായിരിക്കും. അതാണ് എന്ത് കോമൺ എന്ന് പറയുന്നത്. എന്താണ് ഫോർ എക്സാമ്പിൾ എന്താണ് കസ്റ്റംസ്, ട്രഡീഷൻസ്, ബിലീഫ്സ്, ഐഡിയാസ്, വാല്യൂസ്, മൊറാൽസ് എക്സെട്ര ആർ ഓൾ ഷെയർഡ് ബൈ പീപ്പിൾ ഓഫ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. എന്താണ് ഇതെല്ലാം എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഷെയർ ചെയ്യുന്ന എന്താണ് കൾച്ചറൽ ആസ്പെക്ട്സ് ആണ്. പിന്നെ എന്താണ് കൾച്ചർ എന്ന് പറയുന്നത് സിംബോളിക് ആണ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിനെ എന്തെങ്കിലും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും സിമ്പിൾസ് കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കൾച്ചർ ഇസ് എക്സ്പ്രസ് ത്രൂ സിമ്പിൾസ് ലൈക്ക് എന്താണ് ലാംഗ്വേജ്, ജെസ്റ്റേഴ്സ്, അതുമാത്രമല്ല എന്താണ് റിച്വൽസ് ദാറ്റ് ആർ സ്പെസിഫിക് മീനിങ്സ്. എന്താണ് ചിലപ്പോൾ അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടായിരിക്കും നമ്മൾ കൾച്ചറിനെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കൾച്ചർ നമുക്ക് മനസ്സിലാകുന്നു. നമ്മുടെ ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണിക്കുന്ന എന്താണ് ആംഗ്യങ്ങൾ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്താണ് പല പല ജെസ്റ്റേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആരെങ്കിലും ഗ്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഹായ് എന്ന് പറയുന്നു. ഇതെല്ലാം നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ആൻഡ് റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പെർഫോം ചെയ്യുന്ന ചില ആചാരങ്ങൾ. ഇതെല്ലാം എന്താണ് ഇതിനെ ഓരോരുത്തരും എന്താണ് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. അതാണ് ഇത് സിംബോളിക് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കൾച്ചർ ഇസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. ഡൈനാമിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എന്താണ് സ്റ്റാറ്റിക്. ഡൈനാമിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് എന്ത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, എപ്പോഴും എന്താണ് ഡൈനാമിക് ആണ്. ചേഞ്ചസ് ഓവർ ടൈം ഡ്യൂ ടു എന്താണ് പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ ടെക്നോളജി, ഓരോരോ സോഷ്യൽ ഇൻഫ്ലുവൻസസ്, ഓരോരോ ജനറേഷൻസ് മാറുമ്പോൾ എന്താണ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പ്രസന്റ് ഇന്ത്യൻ കൾച്ചർ അമേസിംഗ് ഗ്രോത്ത് കമ്പയർ ടു വേദിക് പീരീഡ്. എന്താണ് വേദിക് പീരീഡിൽ എന്താണ് വളരെ എന്താണ് മറ്റൊരു കൾച്ചർ. വേദിക് പീരീഡൊക്കെ എടുക്കുന്ന നമ്മൾ ഈ ഹിസ്റ്ററി അതൊക്കെ പഠിക്കുമ്പോൾ എന്താണ് വേദിക് പീരീഡിലൊക്കെ നമ്മുടെ കൾച്ചർ വളരെയധികം ഡിഫറെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് വളരെ ഗ്രോത്ത് സംഭവിച്ചതാണ് എന്ത് നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചർ എന്ന്
പറയുന്നത്. പിന്നെന്താണ് കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സോഷ്യൽ ആയിരിക്കും. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയുടെ പ്രോഡക്റ്റ് ആണ്. ആ സൊസൈറ്റിയാണ് എന്ത് കൾച്ചറിനെ എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഡെവലപ്സ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ എന്താണ് കുറേ ഇൻഡിവിജ്വൽസ് ഉണ്ട്, അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അങ്ങനെ ജീവിച്ചു പോയാൽ എന്താണ് അവിടെ സോഷ്യൽ ഇൻട്രാക്ഷനോ കൾച്ചറോ ഉണ്ടാവുകയില്ല. ആ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഇൻട്രാക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതിനെയാണ് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് എങ്ങനെയായിരിക്കാം എന്താണ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്? കൾച്ചർ ഡെവലപ്പ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. ആ സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവിടെ സോഷ്യൽ ഇൻട്രാക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആ ലാംഗ്വേജ് വഴി സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് നമ്മുടെ കൾച്ചർ ഫോം ചെയ്യുന്നത്. ഷെയർഡ് അമോങ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. എന്നാൽ ആ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിനിടയിൽ നമ്മളത് ഷെയർ ചെയ്യുന്നു. പിന്നെ എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്? എന്താണ് അക്യുമുലേറ്റീവ് ആണ്. കൾച്ചർ ഇസ് ദി കളക്ഷൻ ഓഫ് സോഷ്യൽ ഹെറിറ്റേജ് ദാറ്റ് ഹാസ് ബീൻ അക്യുമുലേറ്റഡ് ഓവർ സെഞ്ചുറീസ്. എന്താണ് ഓരോരോ സെഞ്ചുറീസിൽ നമ്മളിങ്ങനെ അതായത് അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി വയ്ക്കുക. അങ്ങനെ കൂട്ടി വന്നതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തതല്ല. പക്ഷെ എന്താണ് നമ്മൾ ഓരോരോ വർഷങ്ങൾ അല്ലെങ്കിൽ ഓരോരോ സെഞ്ചുറീസ് ആയിട്ട് നമ്മളിങ്ങനെ കൂട്ടി എടുത്ത് ഉണ്ടാക്കി വന്നതാണ് എന്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്ത് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെന്താണ് കൾച്ചർ ഇസ് ട്രാൻസ്മിറ്റഡ്. എങ്ങനെയാണ് നമ്മൾ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ ലാംഗ്വേജ് വഴിയാണ് എന്ത് നമ്മൾ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇറ്റ് ഇസ് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു അനദർ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജനറേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ജനറേഷനിൽ നിന്നും എന്താണ് മറ്റൊരു ജനറേഷനിലേക്ക് എന്താണ് നമ്മൾ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്തു കൊടുക്കുന്നു, പകർന്ന് നൽകുന്നു. എങ്ങനെയാണ് നമ്മൾ എന്തിൽ കൂടെയാണ് നമ്മളത് പകർന്നു നൽകുന്നത്? ഇതൊരു ലാംഗ്വേജ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ സോഷ്യലൈസേഷൻ. നമ്മൾ സോഷ്യലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സ് അതിൽ ലാംഗ്വേജ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പാസസ് ഫ്രം പാരൻസ് ടു ചിൽഡ്രൻ, പിന്നെ ആ ചിൽഡ്രനിൽ നിന്നും അവരുടെ ചിൽഡ്രനിലോട്ട് അങ്ങനെ ഇങ്ങനെ പാസ്സായിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, പിന്നെന്താണ് ലാംഗ്വേജ് ഇസ് ദ വെഹിക്കിൾ ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഏറ്റവും വലിയ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ആണ്. ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ആർ അക്വയർഡ് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഓക്കെ, നമ്മൾ സംസാരത്തിലൂടെയാണ് എന്ത് നമ്മൾ നമ്മുടെ കൾച്ചർ ഇതാണെന്ന് നമ്മൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതാണ് എന്ത് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വി ആർ അക്വയറിങ് കൾച്ചറൽ ട്രേറ്റ്സും അതർ ലാംഗ്വേജസ്. അത് മാത്രമല്ല എന്താണ് നമ്മൾ മറ്റ് ഭാഷകളിൽ നിന്നും എന്താണ് നമ്മൾ കൾച്ചറൽ ട്രേറ്റ്സ് നമ്മൾ അക്വയർ ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് നമ്മൾ നേടുന്നു. ദ ഡിഫറെൻറ്റ് യൂസേജ് ഓഫ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയ എക്സിബിറ്റ്സ് ദെയർ കൾച്ചറൽ ട്രേറ്റ്സ്. എന്താണ് ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിലും എന്താണ് ലാംഗ്വേജിൻ്റെ യൂസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിൽ പോകുമ്പോഴും അവരുടെ ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അവരുടെ കൾച്ചറൽ ട്രേറ്റ് എന്താണ് അല്ലെങ്കിൽ കൾച്ചറൽ ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ, പിന്നെ എന്താണ് കൾച്ചർ ഇൻഫ്ലുവൻസസ് ബിഹേവിയർ. കൾച്ചർ എന്ത് ചെയ്യുന്നു? നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മളെങ്ങനെ എന്താണ് ആക്ട് ചെയ്യുന്നു, അതായത് നമ്മളെങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, നമ്മളെങ്ങനെ സമൂഹത്തിൽ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മളെ കൾച്ചറാണെന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റ്സ് ഐഡൻറ്റിറ്റി. കൾച്ചർ എന്ത് ചെയ്യുന്നു? നമുക്കൊരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി തരുന്നത്. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ ജനിച്ച് ആ കൾച്ചറിൽ വളർന്നു വരുമ്പോൾ എന്താണ് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇവിടെ ബിലോങ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ഐഡൻറ്റിറ്റി, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി നമുക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗീവ്സ് പീപ്പിൾ സെൻസ് ഓഫ് ബിലോങ്ങിങ്. എന്താണ് ഞാൻ ഈ ഗ്രൂപ്പിലെ മെമ്പറാണ് എന്ന് പറഞ്ഞൊരു ബിലോങ്ങിങ്നെസ് ഉണ്ടല്ലോ, ഒരു ഫീലിംഗ്, അത് നമുക്ക് എന്താണ് കൾച്ചർ തരുന്നു. ആൻഡ് ഹെൽപ്സ് ഡിഫൈൻ ഹൂ ദേ ആർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആരാണെന്ന് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നു. നമ്മൾ മൈസെൽഫ് ഒക്കെ പറയും പോലെ നമ്മൾ മൈസെൽഫ് പറയാൻ ഒരു കേപ്പബിലിറ്റി എങ്ങനെയാണ് നമുക്കുണ്ടായത്? നമുക്ക് ജനിച്ചപ്പോഴേ നമുക്ക് മൈസെൽഫ് പറയാനുള്ള കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. നമ്മൾ സോഷ്യലൈസേഷനിൽ കൂടി അക്വയർ ചെയ്തെടുത്താണ് നമ്മളൊരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിൽ കൾച്ചർ വലിയൊരു പങ്ക് വഹിക്കുന്നു. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ വൈ കൾച്ചർ ഇസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്തു? കൾച്ചർ എന്തുകൊണ്ടാണ് ഒരു സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചർ നോക്കാം. എന്താണ് മെയിൻലി കൾച്ചർ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മെറ്റീരിയൽ കൾച്ചറും ഒന്ന് നോൺ മെറ്റീരിയൽ കൾച്ചറും. ഇത് രണ്ടും ഭയങ്കര സിമ്പിളാണ്. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ തിങ്സ് നമ്മൾ എപ്പോഴും പറയില്ലേ, അതെന്താണ് നമുക്ക് തൊടാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന തിങ്സിനെയാണ് നമ്മൾ മെറ്റീരിയൽ തിങ്സ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ എന്താണ് ഈ പെൻ, നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റുന്നു. എന്താണ് നിങ്ങളുടെ പെൻ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബുക്ക്, പിന്നെ എന്താണ് വളരെ മറ്റ് ഒബ്ജക്ട്സ്, അതായത് എന്താണ് ടെക്നോളജിക്കൽ ഒബ്ജക്ട്സ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, TV, റെഫ്രിജറേറ്റർ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യാൻ കാണാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്, നമുക്ക് തൊടാനും കാണാനും പറ്റുന്നത്. ഇനി അപ്പോൾ നോൺ മെറ്റീരിയൽ എന്തായിരിക്കും? മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ്, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത കാര്യങ്ങളെയാണെന്ന് നമ്മൾ നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ വിശ്വാസങ്ങൾ. വിശ്വാസം നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ എന്താണ് നമ്മുടെ ബിലീഫ്, നമ്മുടെ വാല്യൂസ്, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്, നമുക്കൊരിക്കലും എന്താണ് ഇതിനെ കാണാനോ തൊടാനോ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇൻ സോഷ്യോളജി
കൾച്ചർ ഇസ് ഡിവൈഡഡ് ഇൻടു 2 മെയിൻ ടൈപ്സ്. എന്തൊക്കെയാണ്? മെറ്റീരിയലും നോൺ മെറ്റീരിയൽ കൾച്ചർ. നമുക്ക് എന്താണെന്ന് നോക്കാം. Material culture includes all the physical objects and tangible things that people create and use in a society. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഡിഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതാണോ മെറ്റീരിയൽ ഇതാണോ നോൺ മെറ്റീരിയൽ എന്ന് ചോദിക്കാം, എന്താണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും നോട്ട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് മെറ്റീരിയൽ കൾച്ചർ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ഓൾ ദ ഫിസിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഫിസിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പം എന്താണ് ഈ പെൻ നമുക്ക് എന്താണ് ഞാൻ ഇവിടെ വെച്ചു, എന്താണ് ഈ പേന ഞാൻ ഇവിടെ വെച്ചു, ഈ പേന എനിക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാം, തൊടാം, അതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ദാറ്റ് തിങ്സ് പീപ്പിൾ ക്രിയേറ്റ് ആൻഡ് യൂസ് ഇൻ സൊസൈറ്റി. അപ്പോൾ എന്താണ് അങ്ങനത്തെ കാര്യം, അതായത് ഫിസിക്കലായിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള തിങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് സൊസൈറ്റിയിൽ യൂസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്താണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? മെറ്റീരിയൽ കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് ഒബ്ജക്ട്സ് ദാറ്റ് പ്രസൻറ്റ് സൊസൈറ്റീസ് വേ ഓഫ് ലൈഫ്. എന്താണ് ഒരു സൊസൈറ്റിയുടെ വേ ഓഫ് ലൈഫ് എന്ത് ചെയ്യുന്നു? നമുക്ക് ആ ഒബ്ജക്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ എന്താണ്? പോട്ടറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സും എന്താണ് പോട്ടറി മേക്കിംഗ് എന്ന് പറഞ്ഞ ഒക്കുപ്പേഷൻ ചെയ്യുന്നില്ല. അതെന്താണ്? ചില സ്പെസിഫിക് ഗ്രൂപ്പ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ കൾച്ചറിലോട്ട് പോകുമ്പോൾ അവരവിടെ പോട്ടറി മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കതെന്താണ്? ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്, നമുക്കത് കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് അവരുടെ കൾച്ചർ മനസ്സിലാക്കുന്നു. അവരുടെ കൾച്ചർ ബേസ് ചെയ്ത് അവരുടെ ഒക്കുപ്പേഷൻ എന്താണ്? പോട്ടറി മേക്കിംഗ് എന്ന് നമുക്ക് പറയാം. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെക്നോളജി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ടെക്നോളജിയും എക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ എന്താണ് മെറ്റീരിയൽ കൾച്ചറിനെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. കാരണം എന്താണ്? ടെക്നോളജി എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്താണ് നമ്മുടെ മെറ്റീരിയൽ തിങ്സും കൂടി വരുന്നു. അതായത് എന്താണ് നമ്മുടെ ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഫോൺ, മൊബൈൽ ഫോൺ, ടച്ച് സ്ക്രീൻ, ഐപാഡ്, അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വന്നു. പിന്നെ എന്താണ്? ഇറ്റ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. എന്താണ് മെറ്റീരിയൽ കൾച്ചർ നമുക്ക് എന്ത് ചെയ്യാം? കാണാനും പറ്റും, അതിനെ നമുക്ക് തൊടാനും പറ്റും. ഓക്കെ, എന്താണ് മെറ്റീരിയൽ കൾച്ചറിൻ്റെ എക്സാമ്പിൾസ്? ഫോർ എക്സാമ്പിൾ എന്താണ്? ക്ലോത്തിങ്, നമ്മുടെ ട്രഡീഷണൽ സാരീസ് ആൻഡ് ഇന്ത്യൻസ്, ജീൻസ്, ഇതെല്ലാം എന്താണ് മെറ്റീരിയൽ ആണ്. ഇത് ടാഞ്ചിബിൾ ആണ്, എന്ത് നമുക്ക് കാണാനും ഒക്കെ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ആർക്കിടെക്ചർ എന്താണ്? ടെമ്പിൾസ്, ചേർച്ച്, മോസ്ക്, സ്കൈ സ്ക്രേപ്പേഴ്സ്, ഇതെല്ലാം എന്താണ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, പിന്നെന്താണ്? എക്സാമ്പിൾ ടെക്നോളജി പറയാം, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, കാസ്. പിന്നെന്താണ്? ഫുഡ് എന്താണ്? സൂഷി ഇൻ ജപ്പാനിൽ എന്താണ് ഒരു ഫുഡ് ഐറ്റമാണ് സൂഷി. അതുമാത്രം എന്താണ് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എന്താണ് ബിരിയാണി പറയും. പിന്നെന്താണ് ഇറ്റലിയിലാണെങ്കിൽ എന്താണ് പിസ്സ പറയും. അതേപോലെ ഇതെല്ലാം എന്താണ് ഫുഡ് ഐറ്റംസ് എന്താണ് നമ്മുടെ കൾച്ചറൽ ഐറ്റംസ് ആണ്. പക്ഷേ ഫുഡ് ഐറ്റംസ് എന്താണ് മെറ്റീരിയൽ കൾച്ചറാണ്, നോൺ മെറ്റീരിയൽ കൾച്ചറല്ല. ഓക്കെ, പിന്നെ എന്താണ് ആർട്ട് ആൻഡ് മ്യൂസിക്, എന്താണ് പെയിൻറ്റിങ്സ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതെന്താണ് സിത്താർ, പിയാനോ, ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നുള്ളൂ. ഇതെല്ലാം എന്താണ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആണ്. ഇതെല്ലാം എന്താണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എന്ത് ഇതെല്ലാം എന്ന് പറയുന്നത്. ഇനി എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് നമുക്ക് നോക്കാം. നോൺ മെറ്റീരിയൽ കൾച്ചർ ഇൻക്ലൂഡ്സ് ഇൻടാഞ്ചിബിൾ, എന്താണ് നമുക്ക് കാണാൻ കഴിയാത്ത ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. എന്താണ്? സച്ച് ആസ് ബിലീഫ്സ്, വാല്യൂസ്, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ട്രഡീഷൻസ്, ലാംഗ്വേജ് ഒക്കെയാണ് എന്ത് നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, നമ്മുടെ എന്താണ് ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ ട്രഡീഷൻസ്, ഇതെല്ലാം എന്താണ് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് മീനിങ്സ്. എന്താണ് ഇതിലെന്താണ്? നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, നമ്മൾക്ക് ഒരു കാര്യത്തിനോടുള്ള മീനിങ്. അതായത് എന്താണ് നമ്മൾ ഒരു എൽഡർ ആളിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് കാണുന്നുണ്ട്, പക്ഷേ ആ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ വേർഡ് എന്താണ് അതിനുള്ള മീനിങ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ് വയ സോഷ്യലൈസേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് വയ ജനറേഷൻസ്, എന്താണ് സോഷ്യലൈസേഷൻ വഴിയാണ് എന്താ നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ പീപ്പിൾ ബിഹേവ് ആൻഡ് ഇൻട്രാക്ട്. എങ്ങനെയൊക്കെയാണ് പീപ്പിൾ ബിഹേവ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എന്താണ്? ലാംഗ്വേജ് പറയാം, അതുമാത്രമല്ല എന്താണ് റിലീജിയൻ പറയാം, എന്താണ് പലതരത്തിലുള്ള റിലീജിയൻ. പിന്നെന്താണ് വാല്യൂസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ് ഹോണസ്റ്റി, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, ഇക്വാലിറ്റി, ഇതെല്ലാം എന്ത് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്ത് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നോംസ്. ഫോർ എക്സാമ്പിൾ എന്താണ് ഷേക്കിംഗ് ഹാൻഡ്സ് ആസ് എ ഗ്രീറ്റിംഗ്. പിന്നെ എന്താണ് ബോയിങ് ഇൻ ജപ്പാൻ. ബോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിങ്ങനെ കുനിഞ്ഞ് നമസ്കരിക്കുക, തല കുനിച്ചിങ്ങനെ നമസ്കരിക്കുക. അതൊക്കെ എന്താണ് ഒരു നോംസിൻ്റെ ഭാഗമാണ്. എന്താണ് അതൊക്കെ എന്താണ് നമ്മളൊരു ബിഹേവിയർ, നമ്മളൊരു ആക്ടിൻ്റെ ഭാഗമാണ്. പിന്നെ എന്താണ് ലോസ്, നമ്മുടെ ട്രാഫിക് റൂൾസ്, മാരേജ് ലോസ്, ഹ്യൂമൻ റൈറ്റ് ലോസ്, ഇതെല്ലാം എന്താണ് നമ്മുടെ
എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല എന്താണ് നമ്മുടെ വിശ്വാസങ്ങൾ, അതിപ്പോൾ സൂപ്പർസ്റ്റിഷ്യൻസ് ആയാലും സയൻസിലുള്ള വിശ്വാസമായാലും ഡെമോക്രസിയിലുള്ള വിശ്വാസമായാലും അതെല്ലാം എന്താണ്, അതൊരു നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെന്താണ്, ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഷേപ്പ് ഹൗ സൊസൈറ്റീസ് ഫംഗ്ഷൻ ആൻഡ് ഇവോൾവ് ഓവർ ടൈം. അപ്പം എന്താണ്, സൊസൈറ്റീസ് എന്താണ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഓവർ ടൈമിൽ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, ഇതെല്ലാം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ആരാണ്, ഷേപ്പ് ചെയ്യുന്ന ആരാണ്, മെറ്റീരിയൽ കൾച്ചറും ഷേപ്പ് ചെയ്യുന്നു, നോൺ മെറ്റീരിയൽ കൾച്ചറും ഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. അതായത് കൾച്ചറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടേംസ് ആണ്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ എന്താണ് എക്സാമിന് ഒന്നീ ഡെഫിനേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ഇത് സബ് കൾച്ചർ ആണോ, സബ് കൾച്ചറിൻ്റെ മീനിങ് വരുന്ന ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് സബ് കൾച്ചർ? സബ് കൾച്ചർ ഇസ് എ ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ സൊസൈറ്റി ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക് ബിലീഫ്സ്, വാല്യൂസ്, അതേപോലെ തന്നെ എന്താണ് നോംസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വൈൽ സ്റ്റിൽ ബീങ് പാർട്ട് ഓഫ് ദി മെയിൻ സ്ട്രീം കൾച്ചർ. അപ്പോൾ എന്താണ് സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പാണത്. അത് എവിടെയുള്ള ഗ്രൂപ്പാണ്? ഒരു ഗ്രൂപ്പ് വിത്തിൻ എ ലാർജർ സൊസൈറ്റി, ഒരു വലിയ സൊസൈറ്റിയിലുള്ളൊരു ഗ്രൂപ്പ്. അതിനെന്താണ് അതിൻ്റേതായിട്ടുള്ള എന്താണ് ബിലീഫ്സും വാല്യൂസും നോംസും ലൈഫ് സ്റ്റൈലൊക്കെ കാണും. പക്ഷെ എന്തായിരിക്കും, അതെപ്പോഴും ഈ മെയിൻ സ്ട്രീം കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു വലിയ ഗ്രൂപ്പാണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദി മെയിൻ സ്ട്രീം ആയിട്ടുള്ള ലാർജർ ഗ്രൂപ്പ്. ഈ ലാർജർ ഗ്രൂപ്പിന് എന്താണ്, ഇവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഇവരുടേതായിട്ടുള്ള നോംസ് ഉണ്ട്, ഇവരുടേതായിട്ടുള്ള ബിലീഫ്സും ഉണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണ് പല പല സബ് കൾച്ചേഴ്സ് കാണും. ഈ ഓരോ സബ് കൾച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള വാല്യൂസും നോംസും ബിലീഫ്സും ഒക്കെ കാണും. പക്ഷെ എന്താണ് ഇവരിൽ നിന്നും, ഈ മെയിൻ സ്ട്രീം കൾച്ചറിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഇവർ ഇതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്ത് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ ഇന്ത്യ ഒരു കൺട്രി ആയിട്ട് എടുത്താൽ എന്താണ്, ഇന്ത്യയിൽ എന്താണ് പല പല സ്റ്റേറ്റ്സ് ഉണ്ട്. വി ഹാവ് 28 സ്റ്റേറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ്. ആ 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും പല പല കൾച്ചേഴ്സ് കാണും, പല പല റിലീജിയൻസ് കാണും. ഇതെല്ലാം എന്താണ് സബ് കൾച്ചേഴ്സ് ആണ്. പക്ഷേ നമ്മൾ എന്തിൻ്റെ പാർട്ടാണ്? ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പാർട്ടാണ്. അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. അതാണ് എന്ത് സബ് കൾച്ചർ എന്ന് പറയുന്നത്. As Duncan Michel pointed out, a subculture is generally taken to mean a section of a national culture. എന്താണ് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഡങ്കൻ മിഷേൽ പോയിന്റ് ഔട്ട് ചെയ്ത ആസ്പെക്റ്റ് ആണ്. ഇത് എന്താണ്, ഒരു സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ജനറലി ടേക്കൺ ടു മീൻ എ സെക്ഷൻ ഓഫ് എ നാഷണൽ കൾച്ചർ. അതായത് ഒരു നാഷണൽ കൾച്ചർ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ ഇന്ത്യക്കൊരു നാഷണൽ കൾച്ചർ ഉണ്ട്. ആ നാഷണൽ കൾച്ചറിന് ചെറിയ ചെറിയ സെക്ഷൻസിനെയാണ് എന്ത് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നതാണെന്ന് ഡങ്കൻ മിഷേൽ പറയുന്നത്. For example, we are members of Indian society and therefore share an Indian culture. പക്ഷെ എന്താണ്, we also are part of larger population segment. നമുക്ക് എന്താണ് റീജിയണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് പല പല ക്ലാസ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഈ നമ്മുടെ നാഷണൽ കൾച്ചർ, നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ കൾച്ചറിൻ്റെ അകത്ത് തന്നെ എന്താണ് പല പല ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അവരെല്ലാം ഓരോരോ സബ് കൾച്ചറാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള വാല്യൂസും നോംസ് ഒക്കെ കാണും, ബിഹേവിയേഴ്സ് കാണും. പക്ഷെ എന്താണ് അവരെല്ലാം ഇന്ത്യ എന്ന് പറയുന്നൊരു നാഷണൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്താണ് നമുക്ക് ഇത്രയും ഡിഫറൻസിയേഷൻസും കാണും. അത്രേ ഉള്ളൂ സബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ നോക്കാം. എന്താണ് സിമ്പിൾ, നമുക്ക് ഫസ്റ്റ് സിമ്പിൾ നോക്കാം. സിമ്പിൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് കൾച്ചറിൻ്റെ. സിമ്പിൾസ് ആർ ഒബ്ജക്ട്സ്, സൈൻസ് ഓർ ജെസ്റ്റേഴ്സ്. ജെസ്റ്റേഴ്സ് എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദറ്റ് ക്യാരി പെർട്ടിക്കുലർ മീനിങ്സ് വിത്ത് ദ കൾച്ചർ. ഒരു കൾച്ചറിൽ എന്തായിരിക്കും പല പല എന്താണ് ആ ഒരു സിമ്പിളിന് എന്താണ് ഒരു കൾച്ചറിൽ ഒരു മീനിങ് ആയിരിക്കാം, മറ്റൊരു കൾച്ചറിൽ വേറൊരു മീനിങ് ആയിരിക്കാം. ഇപ്പം നമ്മൾ ഓരോ വാക്കൊക്കെ ഉപയോഗിക്കില്ലേ, നമ്മൾ എന്താണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് മറ്റൊരു കൾച്ചറിൽ എന്തായിരിക്കും അത് നോൺ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ജെസ്റ്റർ അല്ലെങ്കിൽ സൈൻ അല്ലെങ്കിൽ വാക്ക് എന്താണ് വേർഡായിരിക്കാം. അപ്പം എന്താണ് സിമ്പിൾസ്, ഒബ്ജക്ട്സ് ആർ സൈൻസ് ആൻഡ് ജെസ്റ്റേഴ്സ് ദാറ്റ് ക്യാരി പെർട്ടിക്കുലർ മീനിങ് വിത്തിൻ എ കൾച്ചർ. ഒരു കൾച്ചറിൻ്റെ അകത്ത് അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ടായിരിക്കാം. അതേ സെയിം മീനിങ് ആയിരിക്കത്തില്ല എന്താണ് അതേ സെയിം വേർഡിന് മറ്റൊരു കൾച്ചറിൽ ഉണ്ടാവുക. ദ ഹെൽപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ കൾച്ചറൽ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ സിമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ എന്താണ്, നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു സിമ്പിളാണ്, നമ്മുടെ കൺട്രിയുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു സിമ്പിളാണ് എന്ത് നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത്. നാഷണൽ ഫ്ലാഗ് റെപ്രസെൻറ്റ്സ് എ country's identity while
റിലീജിയസ് സിമ്പിൾ ലൈക്ക് ദി ക്രോസ് സിഗ്നിഫൈസ് ക്രിസ്ത്യാനിറ്റി. എന്താണ് ഒരു നാഷണൽ ഫ്ലാഗ് നമ്മൾ കൺട്രീൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നു, പക്ഷെ എന്താണ് ഒരു റിലീജിയസ് ഫ്ലാഗ് അല്ലെങ്കിൽ റിലീജിയസ് ഫ്ലാഗ് അല്ല, റിലീജിയസ് സിമ്പിൾ ക്രോസ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് സിമ്പിൾ എന്ത് ചെയ്യുന്നു, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന റിലീജിയനെ സൂചിപ്പിക്കുന്നു. അതാണ് എന്താ സിമ്പിൾസിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സ്പോക്കൺ, റിട്ടൺ ഓർ സൈൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് നമ്മൾ എഴുതുന്നതായിരിക്കാം, നമ്മൾ സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സൈൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം. ദെൻ അലൗസ് എന്ത് ചെയ്യുന്നു പീപ്പിൾ ടു ഷെയർ ഐഡിയാസ്. നമ്മൾ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു, നമ്മുടെ ഇമോഷൻസും ട്രഡീഷൻസും ഒക്കെ ഷെയർ ചെയ്യുന്നു. ദ പ്രൈമറി മീൻസ് ഓഫ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. അപ്പോൾ എന്താണ് കൾച്ചറൽ ട്രാൻസ്മിഷൻ്റെ ഏറ്റവും പ്രൈമറി മീൻ ഏതാണ്? ഇറ്റ് ഇസ് എ പ്രൈമറി മീൻ. എന്താണ് ലാംഗ്വേജ്. വെരി ഇമ്പോർട്ടൻറ്റ്, 1 word ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, എന്താണ് പല ലാംഗ്വേജസ് നമുക്കുണ്ടല്ലോ, ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ എന്താണ് മാൻഡറിൻ, ഇതെല്ലാം എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. എന്താണ് ഡിഫറെൻറ്റ് കൾച്ചറൽ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ. ഓക്കെ, എന്താണ് നോംസ് ആർ ദി അക്സെപ്റ്റഡ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ദറ്റ് ഗവേൺ സോഷ്യൽ ബിഹേവിയർ വിത്തിൻ എ കൾച്ചർ. ഒരു കൾച്ചറിൻ്റെ ഇടയിൽ എന്താണ് സോഷ്യൽ ബിഹേവിയർ ഗവേൺ ചെയ്യുന്ന എന്താണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള, എന്താണ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും ഈ റൂൾസ് ഫോളോ ചെയ്യുന്നതാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ മാറി നിങ്ങൾ മറ്റൊരു ബിഹേവിയർ കാഴ്ചവെച്ചാൽ അതെന്താണ് അത് സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാത്തൊരു ബിഹേവിയറാണ്. അതിനെയാണ് നമ്മൾ ഡീവിയൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന എന്താണ് റൂൾസിനെയും നോംസിനെയാണ് റൂൾസിനെയും അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി എന്താണ് ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ പോലീസ് റൂൾസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ തരുന്ന ലോസിനെയാണ് നമ്മൾ ഫോർമൽ നോം എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റംസ് അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താണ് ഷേക്കിംഗ് ഹാൻഡ്സ് ആസ് എ ഗ്രീറ്റിംഗ് ഇസ് എ സോഷ്യൽ നോം ഇൻ മെനി വെസ്റ്റേൺ കൾച്ചേഴ്സ്. എന്താണ് പല വെസ്റ്റേൺ കൾച്ചേഴ്സിലും എന്താണ് നമ്മൾ ഹാൻഡ്സ് ഷേക്ക് ചെയ്യുന്നതിനാണ് അവരൊരു ഗ്രീറ്റിംഗ് പോലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്കും ഹാൻഡ് ആയിരിക്കും ഷേക്ക് ചെയ്യുന്നത്. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇവിടെ ജപ്പാനിൽ പറഞ്ഞേക്കുന്നത്, ജപ്പാനിൽ നമ്മൾ ബോ ചെയ്യുകയാണ്, ഹലോ, നമ്മളിങ്ങനെയാണ് അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ നമസ്തേ പറഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് വാല്യൂസ് ആർ ഡീപ്ലി ഹെൽഡ് ബിലീഫ്സ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ്, ഇമ്പോർട്ടൻ്റ് ഓർ ഡിസൈറബിൾ ഇൻ എ സൊസൈറ്റി. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലുള്ള കുറച്ച് ബിലീഫ്സ്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ് ശരി, ഇങ്ങനെ ചെയ്ത തെറ്റാണ്, അങ്ങനെ നമ്മൾ ചില വാല്യൂസ്, നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, ബസ്സിൽ ഒരു പ്രഗ്നൻറ്റ് വുമൺ ഉണ്ടെങ്കിൽ സീറ്റ് എണീറ്റ് കൊടുക്കുക, അതൊക്കെ നമ്മൾ വാല്യൂസാണ്. ദേ ഷേപ്പ് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. നമ്മുടെ ആൾക്കാരുടെ, നമ്മുടെ പീപ്പിളിൻ്റെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വാല്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മെനി കൾച്ചേഴ്സ് ഹോണസ്റ്റി ആൻഡ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ആർ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ട്രേറ്റ്സ്. അതൊക്കെ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ്, ഹൈലി വാല്യൂ ഉള്ള ആസ്പെക്ട്സ് ആണ്. അടുത്തൊരു ടേം ആണ് ഇത്. എന്താണ് ആർട്ടിഫാക്ട്സ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ കൾച്ചറാണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഒരു മെറ്റീരിയൽ കൾച്ചർ ആണെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്. ആർട്ടിഫാക്ട്സ് ആ physical objects, tools and products created by a culture that reflect its traditions and way of life. Okay, ഇത് ഒരു കോയിനാണ്, ഏതോ ഒരു സെഞ്ചുറിയിലുള്ളൊരു കോയിനാണ്. ഇത് ആ ഒരു സെഞ്ചുറിയിലെ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ്റെ എന്തെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ സീലായിരിക്കാം ഇതെന്ന് പറയുന്നത്. അപ്പം ആ സൊസൈറ്റിയിലെ കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഈ സിംബൽ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ പഠിക്കുമ്പോൾ അവിടെ നിന്ന് കുറേ ആർട്ടിഫാക്ട്സ് കിട്ടിയെന്ന് നമ്മൾ പഠിക്കില്ലേ? സിൽവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോയിൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയതെന്നായിട്ട് നമ്മൾ പഠിക്കും. അതൊക്കെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രഡീഷണൽ ഡ്രസ്സസ് ലൈക്ക് ഇന്ത്യൻ സാരി ഓർ ജാപ്പനീസ് കിമോണോ. പിന്നെ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് താജ്മഹൽ, ഐഫിൽ ടവർ, പിന്നെ റെപ്രസെൻറ്റ്സ് മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. ഇതെല്ലാം നമ്മുടെ മെറ്റീരിയൽ കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് എക്സ്ട്രാ മിസ്ലീനിയസ് ആയിട്ടുള്ള ടേംസ് നമുക്ക് നോക്കാം. ഇതെല്ലാം നിങ്ങൾ എക്സാമിന് ചോദിക്കാനുള്ള കൾച്ചർ റിലേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടേംസ് ആണ്. കൾച്ചറൽ ലാഗ് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് വില്യം എഫ് ഓഗ്ബോൺ എന്ന് പറയുന്ന ഒരു
സോഷ്യോളജിസ്റ്റിൻ്റെ ടേമാണ് എന്താണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. റെഫറിങ് ടു ദി ഡിലേ ഇൻ കൾച്ചറൽ അഡാപ്റ്റേഷൻ, എന്താണ് ഒരു ഡിലേ ആണ് ഇൻ കൾച്ചറൽ അഡാപ്റ്റേഷൻ. എവിടെയുള്ള ഡിലേ ആണ്? നോൺ മെറ്റീരിയൽ കൾച്ചർ. അതായത് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിലീഫ്സ്, വാല്യൂസ്, നോംസ്. ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്ട്രഗിൾസ് ടു കീപ്പ് അപ്പ് പേസ് വിത്ത് മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചറുമായിട്ട് കീപ്പ് പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ മെറ്റീരിയൽ കൾച്ചറിന് കഴിയാതെ വരുന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ ഫോർ എക്സാമ്പിൾ ടെക്നോളജി ആണെന്ന് എടുക്കുക. അപ്പോൾ എന്താണ് ഈ ടെക്നോളജിയും ഇന്നോവേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ വളരെയധികം പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണെന്ന് നമ്മൾ എത്തിച്ചേരുന്നത്. എന്താണ് റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, എന്താണ് അതുപോലെ തന്നെ ടാബ്ലറ്റ്, ഐപാഡ് അതൊക്കെ മാറിയിട്ട് നമ്മൾ റോബോട്ടിക്സ്, അത് കഴിഞ്ഞ് പിന്നെ എന്താണ് വലിയ വലിയ ട്രാൻസ്മിഷൻ, നമ്മൾ സ്പേസിൽ വരെ എന്താണ് പല പല എക്സ്പ്ലോറേഷൻസ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഗ്രോത്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഗ്രോത്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. പക്ഷെ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ, നമ്മുടെ വാല്യൂസ്, ബിലീഫ്സ് ഇതൊന്നും വളരുന്നില്ല. പക്ഷെ എന്താണ് നമ്മുടെ മെറ്റീരിയൽ കൾച്ചർ എന്താണ് വളരെ പതുക്കെയാണ് വളരുന്നത്. ഈ ഒരു ലാഗില്ലേ, ഈ ഒരു ഡിലേ ഇല്ലേ, ഇതിനെയാണ് എന്ത് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയൽ കൾച്ചർ ഇവോൾവ്സ് റാപ്പിഡ്ലി ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. അപ്പം എന്താണ് നമ്മുടെ ടെക്നോളജി പെട്ടെന്ന് വളർന്നത് കൊണ്ട് തന്നെ എന്താണ് മെറ്റീരിയൽ കൾച്ചർ വളരെ പെട്ടെന്നായിരിക്കും എന്താണ് ഇവോൾവ് ചെയ്ത് വരുന്നത്. നോൺ മെറ്റീരിയൽ കൾച്ചർ ടേക്ക് ടൈം ടു അഡ്ജസ്റ്റ്. നോൺ മെറ്റീരിയൽ കൾച്ചറിന് എന്താണ് ഈ മെറ്റീരിയൽ കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അതിന് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഗ്യാപ്പ് വരുന്നു. ആ ഗ്യാപ്പിന് എന്താണ് നമ്മൾ ലാഗ് എന്ന് പറയുന്നു. ഓക്കെ, ദിസ് ലാഗ് ക്യാൻ ക്രിയേറ്റ് സോഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും നമ്മൾ ലാഗ് വരുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? സോഷ്യൽ പ്രോബ്ലംസ്, എത്തിക്കൽ ഡൈനാമിക്സ്, അതുപോലെ തന്നെ എന്താണ് എത്തിക്കൽ ഡൈലാമാസും അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റിയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ എന്താണ്? ടെക്നോളജി ആൻഡ് എത്തിക്സ് ഒരു എക്സാമ്പിളാണ്. ദ റൈസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ ഹാസ് outpaced ethical guidelines and labor laws leading to debates about job security and privacy. എന്താണ് നമ്മൾ ടെക്നോളജി വരുമ്പോൾ എന്താണ് നമ്മുടെ ഹ്യൂമൻ ലേബർ ആവശ്യമില്ലാതെ വരുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഹ്യൂമൻ ലേബേഴ്സിനെ എന്ത് ചെയ്യുന്നു? റോബോട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജോബ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഒക്കെ വരുന്നു. അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താണ് മെഡിക്കൽ അഡ്വാൻസസ് ആൻഡ് ബിലീഫ്സ്. എന്താണ് ഫോർ എക്സാമ്പിൾ എന്താണ് ഈ IVF, നമ്മുടെ സർഗസി, ഇതെല്ലാം എന്താണ് നമ്മൾ മെഡിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എക്സാമ്പിൾസ് ആണ് എന്ത് IVF-ഉം സർഗസി എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ് ഇപ്പോഴും പല സൊസൈറ്റീസും എന്ത് ചെയ്യുന്നു? അവർ അവരുടെ എത്തിക്കൽ ആസ്പെക്ട്സും റിലീജിയസ് ആസ്പെക്ട്സും കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഫെസിലിറ്റീസിനെ എന്ത് ചെയ്യുന്നു? അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സർഗസിനെ ഒന്നും എന്താണ് സർഗസി എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർ വരെ എന്താണ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടേമാണ് എന്ത്? കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ബിലീഫ്. എന്താണ് കൾച്ചറൽ ബിലീഫിൻ്റെ സ്പ്രെഡ്. അത് ഐഡിയാസ് ആവാം, പ്രാക്ടീസസ് ആവാം, ആൻഡ് മെറ്റീരിയൽ ഒബ്ജക്ട് ഫ്രം വൺ സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ചേർന്നത്. ഡിഫ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പരന്നു പോകുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരന്നു പോകത്തില്ല, അതിനെയാണ് എന്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു കൾച്ചറൽ ബിലീഫ്സ്, അതിൻ്റെ ആസ്പെക്ട്സ് എല്ലാം പല പല സൊസൈറ്റിയിലോട്ടും പല പല ഗ്രൂപ്പിലോട്ട് സ്പ്രെഡ് ആവുക. അതിനെയാണ് എന്ത് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഒക്കോസ് ത്രൂ. എങ്ങനെയാണ് ഈ ഡിഫ്യൂഷൻ ഒക്കോർ ചെയ്യുന്നത്? ത്രൂ മൈഗ്രേഷൻ, ട്രേഡ്, കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബലൈസേഷൻ. എന്താണ് നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രേഡ് നടക്കുമ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു. മൈഗ്രേഷൻ എന്താണ്? നമ്മളിപ്പം എന്താണ് കേരളത്തിലാണോ ഉള്ളത്, നമ്മൾ കേരളത്തിൽ നിന്നും മുംബൈയിലോട്ടോ ഡൽഹിയിലോട്ടോ പോകുന്നു. അവിടെ എന്താണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ കൾച്ചറും അവിടെ ഉള്ള ആൾക്കാരെ അറിയുന്നു. അപ്പോൾ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു. ഓക്കെ, കൾച്ചേഴ്സ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഐസൊലേഷൻ. എന്താണ് ഒരിക്കലും കൾച്ചേഴ്സ് ഒറ്റയ്ക്ക് നിൽക്കില്ല. അത് ഇൻട്രാക്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. എന്താണ് ഇതൊരു കൾച്ചർ, രണ്ട് കൾച്ചറാന്ന് വെക്കുക. ഇവർ രണ്ടുപേരും എപ്പോഴും എന്താണ് ഒറ്റയ്ക്ക് ഐസൊലേഷൻ ആയിട്ട് നിൽക്കില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇവിടെ മെമ്പേഴ്സ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നു. അതാണ് എന്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുന്നത്. ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ പീസ്ഫുള്ളി. അതെന്താണ് ട്രെയിൽ, ട്രാവൽ, മീഡിയ. എന്താണ് പീസ്ഫുള്ളി ആയിട്ടും ഡിഫ്യൂഷൻ ഹാപ്പൻ ചെയ്യും. ചിലപ്പോൾ എന്താണ് ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? കോളനൈസേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വാറൊക്കെ വരുമ്പോൾ എന്താണ് ഡിഫ്യൂഷൻ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ കേസ് തന്നെ എടുക്കുക. നമുക്ക് കൂടുതൽ കൾച്ചറൽ ഡിഫ്യൂഷൻ വന്നപ്പോഴാണ് നമ്മൾ ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ കീഴിലായിരുന്നപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൾച്ചറിൽ നമുക്ക് കുറച്ചുകൂടി വ്യത്യാസങ്ങളും വന്നത്. നമ്മൾ പുതിയ പുതിയ ക്ലോത്തിങ് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്താണ് ബ്രിട്ടീഷ് കോളനൈസേഷൻ്റെ സമയത്തൊക്കെയാണ്. ഓക്കെ, അതാണെന്ത് നമ്മുടെ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ആസ്പെക്ട്സ്. ഇറ്റ് ലീഡ്സ് ടു കൾച്ചറൽ ബ്ലെൻഡിങ്. കൾച്ചറൽ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല കൾച്ചർ എന്താണ് ബ്ലെൻഡ് ചെയ്യുക.
കൾച്ചറൽ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല പല കൾച്ചേഴ്സ് എന്താണ് ഒന്നിക്കുക എന്ന് പറഞ്ഞ് അവരുടെ കൾച്ചറൽ ട്രേറ്റ്സ് മാറുന്നില്ല, ഒരു ബ്ലെൻഡിങ് ആണ്. എന്താണ് അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇന്നോവേഷൻ, ബട്ട് സംടൈംസ് ഓൾസോ റെസിസ്റ്റൻസ് ഓർ കോൺഫ്ലിക്റ്റ്. എന്താണ് ചില സമയങ്ങളിൽ എന്താണ് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും, എന്താണ് ചിലപ്പോൾ എന്താണ് അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം കൾച്ചറൽ ട്രേറ്റ്സ്. ഓക്കെ, പിന്നെ എന്താണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് സ്പ്രെഡ്. എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജായി മാറി. എന്തുകൊണ്ട്, അവർ കൊളണൈസേഷൻ ചെയ്തതുകൊണ്ടും പിന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുമാണ് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. പിന്നെ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ. വെസ്റ്റേൺ ടെക്നോളജി എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സ്മാർട്ട് ഫോൺസും ഓട്ടോമൊബൈൽസും ഒക്കെ എന്താണ് നമ്മൾ ലോകമെമ്പാടും ഇപ്പോൾ യൂസ് ചെയ്യുന്നു. പിന്നെ എന്താണ് നമ്മുടെ ഫുഡ് കൾച്ചർ. എന്താണ് സൂഷി ഫ്രം ജപ്പാൻ ബിക്കമിങ് പോപ്പുലർ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സൂഷി എന്ന് പറയുന്നത് എന്താണ് ഒരു ജപ്പാനിലെ ഫുഡ് കൾച്ചറാണ്, പക്ഷേ ഇപ്പോൾ എന്താണ് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. അത് നമ്മൾ സിമ്പിളായിട്ട് വേറെ എക്സാമ്പിൾസും പറയാം. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവൻ പുറത്ത് രാജ്യങ്ങളിൽ പോയാലും എന്താണ് എവിടെയെങ്കിലും ഒരു കേരള ഹോട്ടൽ അന്വേഷിച്ചായിരിക്കും എന്താണ് നമ്മൾ നടക്കുക. അവിടെ ഡെഫിനറ്റ്ലി എന്താണ് ആ ഒരു കേരള കൾച്ചറിൻ്റെ ഹോട്ടൽ ഡെഫിനറ്റ്ലി കാണും. അതൊക്കെ എന്താണ് കൾച്ചറൽ ഡിഫ്യൂഷൻ്റെ എക്സാമ്പിൾ ആയിരിക്കും. പിന്നെ എന്താണ് എത്നോ സെൻട്രിസം. അപ്പം സെൻട്രിസം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മീനിങ് പോലെ തോന്നില്ല. എന്താണ് എപ്പോഴും ഇങ്ങനെ എന്താണ് നമ്മുടെ ഒരു സംഭവത്തിൽ തന്നെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. എത്നോ സെൻട്രിസം ഇസ് ദ ബിലീഫ് ദാറ്റ് വൺസ് ഓൺ കൾച്ചർ ഇസ് സുപ്പീരിയർ ടു അതർ. ഇപ്പം എന്താണ് ഞാൻ പറയുകയാണ്, എൻ്റെ കൾച്ചറാണ് മറ്റ് കൾച്ചറിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മറ്റ് കൾച്ചറെല്ലാം എൻ്റെ കൾച്ചറിന് താഴെയാണ്. അങ്ങനെ പറയുന്നതിനാണ് എത്നോ സെൻട്രിസം എന്ന് പറയുന്നത്. യുവർ കൾച്ചർ യു ഫീൽസ് ദാറ്റ് എന്താണ് യുവർ കൾച്ചർ ഇസ് സുപ്പീരിയർ ടു ദി അതർ കൾച്ചേഴ്സ് അറൗണ്ട് യു. എക്സാമ്പിൾ എന്താണ്, എ പേഴ്സൺ ഫ്രം ദ വെസ്റ്റ് ക്രിട്ടിസൈസിങ് ട്രഡീഷണൽ ഇന്ത്യൻ ക്ലോത്തിങ് ആസ് ബാക്ക്വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ എന്താണ് ആ വെസ്റ്റേൺ ട്രഡീഷനിലുള്ള ആൾ പറയുകയാണ് എന്താണ് ഇന്ത്യൻ കൾച്ചറിലെ ക്ലോത്തിങ് എന്താണ് വളരെ താഴ്ന്നത്, വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അയാൾ പറഞ്ഞത് എന്താണ് അയാളുടെ കൾച്ചറിലെ ഡ്രസ്സിങ് ആണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള കൾച്ചർ എന്ന് ഡ്രസ്സിങ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കൾച്ചറൽ റിലേറ്റിവിസം. കൾച്ചറൽ റിലേറ്റിവിസം ഇസ് ദ ഐഡിയ ദാറ്റ് എ കൾച്ചർ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വാല്യൂസ്. കൾച്ചർ റിലേറ്റിവിസം പറയുന്നത് റിലേറ്റിവിസം ആണ്, നമ്മൾ റിലേറ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുകയാണ് എൻ്റെ കൾച്ചറും മറ്റൊരു കൾച്ചറുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു കൾച്ചറിൻ്റെ വാല്യൂസും ആസ്പെക്ട്സും ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം ആ കൾച്ചറിനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ആ കൾച്ചറിനെ ഞാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ബിലീവ്സ് റാദർ ദാൻ ജഡ്ജ് ബൈ അനദർ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ്. കൾച്ചറൽ റിലേറ്റിവിസം ഐഡിയ ദാറ്റ് കൾച്ചർ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ വാല്യൂസ്. ആ കൾച്ചറിലെ ആ വാല്യൂസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ കൾച്ചറിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റൊരു കൾച്ചറൽ സ്റ്റാൻഡേർഡ്സും വെച്ചിട്ട് അല്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായ വാല്യൂസും ആസ്പെക്ട്സും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കൾച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അറേഞ്ച്ഡ് മാരേജസ് ഇൻ സം കൾച്ചേഴ്സ് ആർ സോഷ്യൽ നോം റദർ ദാൻ വിയിങ് ദം ആസ് ഫോഴ്സ്ഡ് ഫ്രം എ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്. അറേഞ്ച് മാരേജസ് എപ്പോഴും ഒരു ഫോഴ്സ്ഡ് ആസ്പെക്റ്റ് ആവണമെന്നില്ല. ചില സൊസൈറ്റിയിൽ അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് അവരുടെ നോം ആയിരിക്കാം. അപ്പോൾ അവരതനുസരിച്ച് അവരുടെ കൾച്ചറൽ നോം അനുസരിച്ചിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ സൊസൈറ്റി പറയാണ് അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഓരോ സൊസൈറ്റിയിൽ അവരുടെ വാല്യൂസ് മനസ്സിലാക്കി നമ്മൾ വേണം അവരുടെ കൾച്ചർ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്താണ് കൾച്ചറൽ ഷോക്ക്. Cultural shock is the feeling of disorientation when experiencing an unfamiliar culture. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാത്തൊരു കൾച്ചറിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസോറിയൻറ്റേഷൻ. കാരണം ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ കേരളത്തിലാണ് ജനിച്ചു വളർന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ കൾച്ചർ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ഫുഡ് വേറെ ആയിരിക്കാം, അവിടുത്തെ ആൾക്കാർ വേറെ ആയിരിക്കാം, അവിടുത്തെ ട്രഡീഷൻസ് വേറെ ആയിരിക്കാം, റിലീജിയസ് ആസ്പെക്ട്സ് വേറെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക്, ഒരു ഡിസോറിയൻറ്റേഷൻ, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഹോം സിക്നെസ് ഒക്കെ വരും. അതിനാണ് നമ്മൾ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഫ്രം ഒരു റൂറൽ വില്ലേജിലുള്ള ആൾ ഇസ് ഫീലിംഗ് ഓവർവെൽംഡ് വെൻ മൂവിങ് ടു എ ബിഗ് സിറ്റി വിത്ത് ഫാസ്റ്റ് പേസ്ഡ് ലൈഫ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി. പെട്ടെന്ന് ഇത്രയും സൗകര്യങ്ങളോ ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഒരു ഫാസ്റ്റ് ലൈഫ് അല്ലേ നമ്മുടെ സിറ്റിയിൽ എന്ന് പറയുന്നത്. എല്ലാവരും അവരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കത്തില്ല ജീവിക്കുന്നത്. പെട്ടെന്ന് അയാൾ റൂറൽ ഏരിയയിൽ നിന്നും ഒരു സിറ്റി ലൈഫിലേക്ക് വന്നപ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട്, അതിനെയാണ് നമ്മൾ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സബ് കൾച്ചറും കൗണ്ടർ കൾച്ചറും നമ്മളൊരു ഡിഫറൻസ് നോക്കാം. അപ്പോൾ സബ് കൾച്ചർ നമ്മൾ നേരത്തെ കണ്ടൊരു ടേമാണ്. കൗണ്ടർ കൾച്ചറും കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. സബ് കൾച്ചർ എന്ത് ചെയ്യുന്നു,
സബ് കൾച്ചർ എക്സിസ്റ്റ് വിത്ത് ദി ഡോമിനൻറ്റ് കൾച്ചർ. അത് നമ്മൾ പറഞ്ഞു, ഒരു നാഷണൽ കൾച്ചർ നമുക്കുണ്ടായിരിക്കും, അതിൻ്റെ കീഴിലുള്ള കുഞ്ഞു കുഞ്ഞു കൾച്ചേഴ്സിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. ബട്ട് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്. പക്ഷേ എന്ത് ചെയ്യുന്നു, അതായത് ഇതാണ് ഒരു സബ് കൾച്ചർ എന്ന് വെക്കുക, അതിനും എന്താണ് അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഉണ്ട്. ഈ ലാർജർ കൾച്ചറിനും അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. മറിച്ച് കൗണ്ടർ കൾച്ചർ എന്താണ്, ആക്റ്റീവ്ലി ഒപ്പോസസ് ഡോമിനൻറ്റ് കൾച്ചർ. കൗണ്ടർ കൾച്ചറാണ്, ഇവർ ഈ ഡോമിനൻറ്റ് കൾച്ചറിനെ എന്ത് ചെയ്യുന്നു, അവർ ഒപ്പോസ് ചെയ്യുന്നു. ഇതാണ് ഡോമിനൻറ്റ് കൾച്ചർ എന്ന് വെക്കുക, ഡോമിനൻറ്റ് കൾച്ചർ എന്ന് വെക്കുക. ഈ കൗണ്ടർ കൾച്ചർ എന്ത് ചെയ്യുന്നു, ഈ ഡോമിനൻറ്റ് കൾച്ചറിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ആ ഡോമിനൻറ്റ് കൾച്ചറിൻ്റെ കീഴിലാണ് അവരെന്നവർ പറയുന്നില്ല. ഓക്കെ, പിന്നെന്താണ് സബ് കൾച്ചറിൽ നോട്ട് നെസസറിലി റിബല്യസ് ഓർ ആൻറ്റി മെയിൻ സ്ട്രീം. എന്താണ് സബ് കൾച്ചർ എപ്പോഴും റിബല്യസ് അല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് റിബല്യസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ എന്താണ് അതൊരു സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഗോത്ത് കൾച്ചർ, അതുപോലെ തന്നെയാണ് ബൈക്കർ ഗാങ്സ്. ഇതെല്ലാം നമ്മൾ ഓരോരോ സബ് കൾച്ചർ. ഗോത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ട്രൈബൽ ഏരിയസൊക്കെയാണ് നമ്മൾ ഗോത്ര എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എന്താണ് നമ്മൾ കാസ്റ്റ് ക്ലാസ് ഡിവിഷനിലേക്കാണ് എന്ത് ഗോത്ത് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി, അത് എന്താണ് കൂടുതലൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കൗണ്ടർ കൾച്ചർ എന്താണ്, ഓഫൺ ചാലഞ്ചസ് അതോറിറ്റി ആൻഡ് മെയിൻ സ്ട്രീം നോംസ്. ഇവിടെ എന്താണ് ഓഫൺ, എപ്പോഴും എന്താണ് അവർ അതോറിറ്റീനെയും പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള മെയിൻ സ്ട്രീം നോംസിലേക്ക് എപ്പോഴും ഇങ്ങനെ എന്താണ് ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും അവിടെ എന്തായിരിക്കും, കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഹിപ്പി മൂവ്മെൻറ്റ്സ്, അനാർക്കിസ്റ്റ് ഗ്രൂപ്പ്സ്. അനാർക്കിസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ അനാർക്കിസ്റ്റ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറഞ്ഞത്. അവരെപ്പോഴും എന്തായിരിക്കും, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് എന്ത് സബ് കൾച്ചറും കൗണ്ടർ കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് കൾച്ചർ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഹു ഡിഫൈൻഡ് കൾച്ചർ ആസ് ദി ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ. ആരാണ് കൾച്ചറിനെ എന്താണ് ക്യുമുലേറ്റീവ് ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറഞ്ഞതെന്നാണ് എന്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്, നമ്മൾ പഠിച്ചിരുന്നു. ക്യുമുലേറ്റീവ് ക്രിയേഷനും ഹാൻഡി വർക്ക് ഓഫ് മാൻ എന്ന് പറഞ്ഞ ആരാണ് ആൻസർ, ഇ.ബി. ടൈലർ ആണോ, അല്ല, മലിനോസ്കി അല്ലേ, മലിനോസ്കിയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഡങ്കൻ മിഷേലും അല്ല, വില്യം ഓക്ബോണും അല്ല. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. അക്കോർഡിംഗ് ടു ഇ.ബി. ടൈലർ കൾച്ചറൽ ഇൻക്ലൂഡ്സ്. ഇ.ബി. ടൈലർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചർ ഇസ് എ കോംപ്ലക്സ് ഹോൾ എന്ന് പറയും. അല്ലെ, എന്തൊക്കെ ഉണ്ടെന്നാണ് ഇ.ബി. ടൈലറുടെ ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത്. ഒള്ളി മെറ്റീരിയൽ ആസ്പെക്റ്റ് ആണോ, അല്ല. ഒള്ളി ലാംഗ്വേജ് ആണോ, അല്ല. മറിച്ച് എന്താണ് നോളജ്, ബിലീഫ്, ആർട്ട്, മൊറൽസ്, ലോ, കസ്റ്റം, അങ്ങനെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, കൾച്ചർ ഇസ് ഡാഷ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി. കൾച്ചർ എന്താണ്, പക്ഷേ അതെന്താണ് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി അല്ല. കൾച്ചർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കിട്ടുന്നത്, നമ്മൾ അക്വയർ ചെയ്യുന്നതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേടിയെടുക്കുന്നതാണ്, നമ്മൾ പഠിക്കുന്നതാണ്, ലേൺ ചെയ്യുന്നതാണ് എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ നാച്ചുറൽ അല്ല, ഇൻബോണും അല്ല, ജനറ്റിക്കും അല്ല. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിംബോളിക് എലമെന്റ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ഒരു സിംബോളിക് എലമെന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംബോളിക് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംബൽ. അതിനാണ് എന്താ നമ്മൾ സിംബോളിക് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ തന്നിരിക്കുന്നതിൽ വെച്ച് സിംബോളിക് എലമെന്റ് ഓഫ് കൾച്ചർ? റോക്സ് ആണോ, ടെമ്പറേച്ചർ ആണോ, ലാംഗ്വേജ് ആണോ, സോയിൽ ആണോ? നമ്മൾ ഏതാണ് പഠിച്ചത്, ലാംഗ്വേജ് നമ്മൾ പഠിച്ചില്ലേ. റോക്കും ടെമ്പറേച്ചറും സോയിലൊന്നും കൾച്ചറിൻ്റെ സിംബോളിക് എലമെന്റ് അല്ല. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. കൾച്ചർ ഇസ് ഡൈനാമിക് ബിക്കോസ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ചെയ്യുന്നത്. കൾച്ചർ ചേഞ്ച് ആണ്, ഡൈനാമിക് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് കൾച്ചർ ഡൈനാമിക് ആവുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ നേച്ചർ? നോ. ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഓവർ ടൈം? യെസ്. ബയോളജിക്കലി ഇൻഹെറിറ്റഡ് അല്ല, നോട്ട് ഷെയർഡും അല്ല. അത് ഓരോ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണെന്ത് നമ്മൾ കൾച്ചർ ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ റെഫേഴ്സ് ടു ഇറ്റ്സ് ട്രാൻസ്മിഷൻ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. എങ്ങനെയാണ്, എന്ത് ക്യാരക്ടറിസ്റ്റിക് ആണെന്നത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ആണോ, അക്യുമുലേറ്റീവ് ആയതുകൊണ്ടാണോ, ട്രാൻസ്മിറ്റഡ് ആയതുകൊണ്ടാണോ, സിംബോളിക് ആയതുകൊണ്ടാണോ, അത് ട്രാൻസ്മിറ്റഡ് ആണെന്ന് നമ്മൾ പറയാം. അത് ട്രാൻസ്മിറ്റഡ് ആയതുകൊണ്ടാണ്. അതാണ് എന്ത് കൾച്ചർ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ ട്രാൻസ്മിഷൻ എന്നിവിടെ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ എന്തായിരിക്കും, വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൾച്ചർ റെഫേഴ്സ് ടു ഇറ്റ്സ് പാസേജ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്നായിരിക്കും. അപ്പം എന്താണ് ട്രാൻസ്മിറ്റഡ് ആണ് എന്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോഷ്യലും അക്യുമുലേറ്റീവും സിംബോളിക്കും അല്ല. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഇസ് ദി വെഹിക്കിൾ ഓഫ് കൾച്ചർ അക്കോർഡിംഗ് ടു ദി ടെക്സ്റ്റ്? എന്താണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിച്വൽസ് ആണോ, ട്രഡീഷൻസ് ആണോ, ലാംഗ്വേജ് ആണോ, ഫുഡ് ആണോ? എന്താണ് നമ്മൾ പഠിച്ചത് വെഹിക്കിൾ ഓഫ് കൾച്ചർ? അവിടെ നമ്മൾ പഠിച്ചു ഇത് ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിട്ട് ചോദിക്കാമെന്ന്. എന്താണ് വൺ വേർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ചോദിക്കാം കേട്ടോ. എന്താണ് റിച്വൽസ് ആണോ, അല്ല. ട്രഡീഷൻസും അല്ല. ലാംഗ്വേജ് ആണെന്ത് വെഹിക്കിൾ ഓഫ് കൾച്ചർ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ ബിലീഫ് ദാറ്റ് വൺസ് ഓൺ കൾച്ചർ സുപ്പീരിയർ ടു അതേഴ്സ് ഇസ് കാൾഡ്. നമ്മുടെ കൾച്ചറാണെന്ത് മറ്റു കൾച്ചറിനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറയുന്നത് ഏത് കൾച്ചർ എന്നാണെന്ത് ക്വസ്റ്റ്യൻ. ഏതാണ്
കൾച്ചറൽ ഡിഫ്യൂഷൻ അല്ല, സബ് കൾച്ചർ അല്ല, കൾച്ചറൽ ഷോക്ക് അല്ല, മറിച്ച് എന്താണ് എത്നോസെൻട്രിസം ആണ് എന്ത് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റീരിയൽ കൾച്ചർ? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉള്ളതിനാണ് എന്ത് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ബിലീഫ് അല്ല, വാല്യൂസ് ആണോ? അല്ല. ഇത് രണ്ടും എന്താണ്? നോൺ മെറ്റീരിയൽ ആണ്. ഇത് രണ്ടും നോൺ മെറ്റീരിയൽ ആണ്. ടെമ്പിൾസ് ആണോ? അതെ, ടെമ്പിൾസ് നമ്മൾ പഠിച്ചാണ്. എന്ത് ആർട്ടിഫാക്ട്സിന്റെ എക്സാമ്പിളിൽ ടെമ്പിൾസ് എന്താണ്? മെറ്റീരിയൽ കൾച്ചർ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. മോറൽസ് എന്താണ്? നോൺ മെറ്റീരിയൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ? എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ എക്സാമ്പിൾ? ക്ലോത്തിങ് നോൺ മെറ്റീരിയൽ ആണോ? അല്ല, മെറ്റീരിയൽ കൾച്ചർ ആണ്. ആർക്കിടെക്ചറും ടെക്നോളജിയും എന്താണ്? മെറ്റീരിയൽ കൾച്ചർ ആണ്. അപ്പം നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ ഇതാണ്, ലാംഗ്വേജ് ആണ്. ഇത് മൂന്നും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. A group with a larger culture that has its unique belief and norms is called. എന്താണ്? ഒരു ഗ്രൂപ്പാണ്, അതിന് ലാർജർ കൾച്ചർ ഉണ്ട്, പക്ഷെ എന്താണ്? അതിന് യുണീക്ക് സിസ്റ്റം ഓഫ് ബിലീഫ്സും നോംസും ഒക്കെ ഉണ്ട്. ഓക്കെ, എന്താണ് എൻ്റെ ആൻസർ? സൊസൈറ്റി ആണോ, സിവിലൈസേഷൻ ആണോ, സബ് കൾച്ചർ ആണോ, എത്നിക് ഗ്രൂപ്പ് ആണോ? ഏതാണ് ആൻസർ? സബ് കൾച്ചർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. എന്താണ്? ഒരു ഗ്രൂപ്പ് വിത്തിന് ലാർജർ ഗ്രൂപ്പ് ആൻഡ് അതിൻ്റെതായ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിന് ഉണ്ട്. അപ്പം എന്താണ്? സബ് കൾച്ചർ ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ബാക്കി മൂന്നും നമ്മുടെ ആൻസർ ആയിട്ട് വരത്തില്ല. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. കൾച്ചർ ലാഗ്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ ആദ്യ കോൺസെപ്റ്റ് ആണ്. മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും തമ്മിലുള്ള ഗ്യാപ്പിനെയാണെന്ത് അല്ലെങ്കിൽ ലാഗിനെയാണെന്ത് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. നമ്മൾ ആരാണ് പഠിച്ചത്? വില്യം എഫ് ഓഗ്ബോൺ. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. കൾച്ചറൽ ലാഗ് ഒക്കോസ് ബിക്കോസ്. എങ്ങനെയാണ് കൾച്ചറൽ ലാഗ് ഒക്കോർ ചെയ്യുന്നത്? മെറ്റീരിയൽ കൾച്ചർ സ്ലോ. മെറ്റീരിയൽ കൾച്ചർ സ്ലോ ആയതുകൊണ്ടാണോ? അല്ല, നോൺ മെറ്റീരിയൽ കൾച്ചർ ഇവോൾവ്സ് ഫാസ്റ്റർ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ തിരിച്ചാണ് പഠിച്ചത്. തെറ്റാണ്. മെറ്റീരിയൽ കൾച്ചർ അഡ്വാൻസസ് ഫാസ്റ്റർ ദാൻ നോൺ മെറ്റീരിയൽ കൾച്ചർ. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ട്രേറ്റ്സ് ഫ്രം വൺ സൊസൈറ്റി ടു അനദർ. ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ്? സ്പ്രെഡ് ആണ്. നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്. കൾച്ചറൽ ലാഗ് ആണോ? അല്ല. അസിമിലേഷൻ ആണോ? അല്ല. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മറ്റൊരു കൾച്ചറിനെ എന്താണ്? അസിമിലേറ്റ് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷൻ ആണെന്ത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? കൾച്ചറൽ സ്പ്രെഡ് ചെയ്തെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ്? കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്, കൾച്ചറൽ ഷോക്ക് അല്ല. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോം ഓഫ് കൾച്ചറൽ ഡിഫ്യൂഷൻ? എന്താണ് ഒരു ഫോം ഓഫ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? വാർ വഴി കൾച്ചറൽ ഡിഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. കോളനൈസേഷൻ വഴി ഉണ്ടാകില്ലേ? കോളനൈസേഷൻ വഴി ഉണ്ടാകും, നമ്മൾ പഠിച്ചു. ട്രേഡ് ആൻഡ് മൈഗ്രേഷൻ വഴി ഉണ്ടാവില്ലേ? അത് നമ്മൾ പഠിച്ചു. അപ്പം ഓൾ ദ അബവ്. ഓപ്ഷൻ ഡി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ നാഷണൽ ഫ്ലാഗ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. നാഷണൽ ഫ്ലാഗ് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഒരു നോം ആണോ? ഒരു വാല്യൂ അല്ല, ഒരു ലാംഗ്വേജും അല്ല. നാഷണൽ ഫ്ലാഗ് എന്താണ്? ഒരു സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ? കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൾച്ചർ ഷെയർഡ് ആണോ? ആണ്. അത് കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പം ആൻസർ ഇവിടെ അത് വരത്തില്ല. ലേൺഡ് അല്ലേ കൾച്ചർ? ലേൺഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. കൾച്ചർ അക്യുമുലേറ്റീവ് ആണെന്നും നമ്മൾ പഠിച്ചു. പക്ഷെ എന്താണ്? കൾച്ചർ സ്റ്റേറ്റിക് അല്ല, മറിച്ച് കൾച്ചർ എന്താണ്? കൾച്ചർ ഇസ് ഡൈനാമിക്. അപ്പം ഇവിടെ നോട്ട് ആയതുകൊണ്ട് ബി ആൻസർ വരുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഓപ്ഷൻ ബി. ബോയിങ് ഇസ് എ ഗ്രീറ്റിംഗ് ആസ് എ ഗ്രീറ്റിംഗ് ഇൻ ജപ്പാൻ. ബോയിങ് ആസ് എ ഗ്രീറ്റിംഗ് ഇൻ ജപ്പാൻ ബോയിങ് ആസ് എ ഗ്രീറ്റിംഗ് ഇൻ ജപ്പാൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. എന്താണ് എക്സാമ്പിൾ? ലോ ആണോ? സിമ്പിൾ ആണോ? നോം ആണോ? ബിലീഫ് ആണോ? അതൊരു നോം ആണെന്ന് നമ്മൾ പഠിച്ചു. ഓപ്ഷൻ സി. ബാക്കി മൂന്നും അല്ല. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ ഇന്ത്യൻ സാരി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇന്ത്യൻ സാരി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? അതൊരു ആർട്ടിഫാക്റ്റ് ആണ്. എന്താണ്? അതൊരു മെറ്റീരിയൽ തിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫാക്റ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഓപ്ഷൻ സി. ദ ഫീലിംഗ് ഓഫ് ഡിസോറിയൻറ്റേഷൻ വെൻ എക്സ്പീരിയൻസ് ആൻ അൺഫെമിലിയർ കൾച്ചർ. എന്താണ്? നമ്മളൊരു പരിചയമില്ലാത്ത കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡിസോറിയൻറ്റേഷൻ, ഒരു ഡിസ്കംഫർട്ട്. അതെന്താണ്? കൾച്ചറൽ ഷോക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? എത്നോസെൻട്രിസം അല്ല, കൾച്ചറൽ ലാഗ് അല്ല, റിലേറ്റിവിസം അല്ല. ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് കൾച്ചറൽ റിലേറ്റിവിസം? എന്താണ് കൾച്ചറൽ റിലേറ്റിവിസം? ജഡ്ജിങ് അതർ കൾച്ചേഴ്സ് ബൈ വൺസ് ഓൺ. എന്താണ്? നമ്മുടെ കൾച്ചറിൻ്റെ ആസ്പെക്ട് വെച്ചിട്ട് നമ്മൾ മറ്റൊരു കൾച്ചറിനെ ജഡ്ജ് ചെയ്യുന്നു. അതാണോ? അത് തെറ്റ്. അണ്ടർസ്റ്റാൻഡിങ് കൾച്ചേഴ്സ് ഇൻ ദെയർ ഓൺ കോണ്ടെക്സ്റ്റ്. അവരുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണോ, അവരുടെ വാല്യൂ എന്താണോ, അത് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് എന്ത് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. പ്രൊമോട്ടിങ് വൺസ് ഓൺ കൾച്ചർ അല്ല, റീപ്ലേസിങ് ഓൾഡ് കൾച്ചർ വിത്ത് ന്യൂവും അല്ല. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ? നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ കമ്പോണന്റ് അല്ലാത്തത് ഇത് എന്നാണ് ക്വസ്റ്റ്യൻ. വാല്യൂസ്, കസ്റ്റംസ്, സ്കൾപ്ചേഴ്സ് ആൻഡ് ലാംഗ്വേജ്. അപ്പം എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഇതിൽ ഏതാണ് അല്ലാത്തത്? സ്കൾപ്ചേഴ്സ് ആണ്, നോട്ടേ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്കൾപ്ചേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. The idea that culture is acquired through social interaction refer to its dash nature. അപ്പം എന്താണ് കൾച്ചർ നമ്മൾ എന്താണ് സോഷ്യൽ ഇൻട്രാക്ഷനിൽ കൂടിയാണ് അക്വയർ ചെയ്യുന്നത്, എന്താണ് നമ്മൾ നേടുന്നത്. അതെന്താ നേച്ചറാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ഇൻഡിവിജ്വൽ നേച്ചറാണോ? അല്ല. ജെനറ്റിക്കും അല്ല, ആർട്ടിഫിഷ്യലും അല്ല, മറിച്ച് എന്താണ് അതിൻ്റെ സോഷ്യൽ നേച്ചറാണ് എന്ത് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഇസ് മോസ്റ്റ് എംഫസൈസ്ഡ് ഇൻ മെനി കൾച്ചേഴ്സ്? ഏത് കൾച്ചേഴ്സിലാണ് എന്താണ് മോസ്റ്റ്ലി എന്താണ് വാല്യൂസ് എംഫസൈസ് ചെയ്യുന്നത്? സൈലൻസ്, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, ഫാഷൻ ട്രെൻഡ്സ്, ഫാസ്റ്റ് ലിവിങ്. എന്താണ് മോസ്റ്റ്ലി എംഫസൈസ് ചെയ്യുന്നത്? എന്താണ് റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എന്താ നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് കുറച്ച് അസേർഷൻ ആൻഡ് റീസണിങ് നോക്കാം. അസേർഷൻ എന്താണ്? കൾച്ചർ ഇസ് ലേൺഡ് ആൻഡ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു കൾച്ചർ നമ്മൾ ലേൺ ചെയ്യാണ്, ബയോളജിക്കലി ഇൻഹെറിറ്റ് ചെയ്യാല്ല എന്ന്. അപ്പോൾ അസേർഷൻ ശരിയാണ്. ഇനി റീസൺ നോക്കാം. പീപ്പിൾ ലേൺ കൾച്ചറൽ ട്രേറ്റ്സ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, സ്കൂൾസ് ആൻഡ് മീഡിയ. അതുകൊണ്ടല്ലേ നമ്മൾ കൾച്ചറൽ ലേൺഡ് ആണ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വായിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്കതിൻ്റെ റീസണും കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Cultural lag occurs when material culture advances faster than non-material culture. അത് ശരിയാണ്. ബിക്കോസ് എന്ത്? non-material culture easily adapts to changes brought by science and technology. അത് തെറ്റ്. non-material culture does not easily. അതുകൊണ്ടാണ് എന്ത് അവിടെ കൾച്ചറൽ ലാഗ് വരുന്നത്. ഓക്കെ, does not. അപ്പം എന്താണ് അസേർഷൻ ശരിയാണ്, പക്ഷേ റീസൺ ഇസ് ഫാൾസ്. അപ്പം എന്താണ് എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. ഓപ്ഷൻ സി ആണെന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ. സിമ്പിൾസ് ആർ എൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കൾച്ചർ. അത് നമ്മൾ പറഞ്ഞു. അതെന്താണ് എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ എന്താണ്? ബിക്കോസ് സിമ്പിൾസ് ഹെൽപ്പ് എക്സ്പ്രസ് കോംപ്ലക്സ് ഐഡിയാസ് ബിലീവ്സ് വിത്തിൻ എ കൾച്ചർ. യെസ്, റീസൺ എന്ന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മൾ ബിക്കോസ് ഇട്ട് വായിച്ചു നോക്കുമ്പോൾ അസേർഷന്റെ റീസണും ആണ് എന്ത് അതെന്ന് പറയുന്നത്, എക്സ്പ്ലനേഷനും ആണ് അതെന്ന് പറയുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ലാംഗ്വേജ് ഇസ് എ പവർഫുൾ വെഹിക്കിൾ ഓഫ് കൾച്ചർ. ലാംഗ്വേജ് പവർഫുൾ വെഹിക്കിൾ ഓഫ് കൾച്ചർ ആണ് നമ്മൾ പറഞ്ഞു. അത് കറക്റ്റ് ആണ്. ബിക്കോസ് ഇട്ടിട്ട് റീസണും വായിച്ചു നോക്കുക. ത്രൂ ലാംഗ്വേജ് കൾച്ചറൽ നോളജ് ആൻഡ് വാല്യൂസ് ആർ ട്രാൻസ്മിറ്റഡ് അക്രോസ് ജനറേഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് മെറ്റീരിയൽ കൾച്ചർ. എന്തൊക്കെയാണ് ട്രൂ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻക്ലൂഡ്സ് ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. മെറ്റീരിയൽ കൾച്ചറാണ്, നോൺ മെറ്റീരിയൽ കൾച്ചർ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുള്ള ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെക്നോളജി ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അത് ശരിയാണ്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റഡ് ബൈ സൊസൈറ്റി. എന്താണ് നമുക്ക് കാണാനും എന്താണ് തൊടാനും പറ്റുന്ന ഒബ്ജക്ട്സ് ആണ് എന്ത് അതെന്ന് പറയുന്നത്. അത് ശരിയാണ്. കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. അത് തെറ്റാണ്. നമ്മളിപ്പോഴല്ലേ അത് ടാഞ്ചിബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പം 4 ഉള്ള ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. 2 and 3. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ. ഇവിടെയും ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. അബൌട്ട് വാട്ട്? കൾച്ചറൽ ഡിഫ്യൂഷൻ. റെഫേഴ്സ് ടു ഇന്റേണൽ ഗ്രോത്ത് ഓഫ് വൺസ് ഓൺ കൾച്ചർ. അത് തെറ്റാണ്. നമ്മൾ ഇന്റേണൽ ഗ്രോത്ത് അല്ല, നമ്മൾ ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, ഡിയും വരത്തില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ത്രൂ ട്രേഡ്, ട്രാവൽ ഓർ കോളനൈസേഷൻ. അത് ശരിയാണ്. ഇറ്റ് ലീഡ്സ് ടു കൾച്ചറൽ ബ്ലെൻഡിങ് ആൻഡ് ഇന്നോവേഷൻ. അത് നമ്മൾ പഠിച്ചു. ഡിഫ്യൂഷൻ വരുമ്പോൾ എന്താണ് കൾച്ചറൽ ബ്ലെൻഡിങ്ങും ഇന്നോവേഷനും വരും. ഇറ്റ് മേ ഓൾസോ കോസ് റെസിസ്റ്റൻസ് ഓർ കോൺഫ്ലിക്റ്റ്. അത് എന്താണ് റെസിസ്റ്റൻസും കോൺഫ്ലിക്റ്റും ഉണ്ടാക്കാനുള്ള സാധ്യത കൾച്ചറൽ ബ്ലെൻഡിങ്ങിലുണ്ട്. അപ്പോൾ എന്താണ് 2, 3, 4 ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് നോൺ മെറ്റീരിയൽ കൾച്ചർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോട്ട് ട്രൂ. ഓക്കെ, അബൌട്ട് നോൺ മെറ്റീരിയൽ കൾച്ചർ ഇൻക്ലൂഡ്സ് ഫിസിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ആർക്കിടെക്ചർ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നോട്ട് ട്രൂ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണത് ശരിയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് ലാംഗ്വേജ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻസിൽ അത് ഈ ക്വസ്റ്റ്യനിൽ അത് ശരിയായിട്ട് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ് വയ സോഷ്യലൈസേഷൻ. എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ് വയ സോഷ്യലൈസേഷൻ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ് നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ നമ്മുടെ വാല്യൂസും ബിലീഫ്സും എന്താണ് നമ്മൾ ജനറേഷൻ എന്താണ് നമ്മൾ പാസ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ 3 ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 4th സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗ പീപ്പിൾ ബിഹേവിയർ ആൻഡ് ഇന്ററാക്ട്. അത് എങ്ങനെയാണ് എന്താണ് നമ്മുടെ ബിലീഫ്സും വാല്യൂസും നോംസ് ഒക്കെ എന്താണ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 4ഉം ശരിയാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തെറ്റാണ്. അപ്പോൾ നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓൺലി ഓപ്ഷൻ 1. അപ്പോൾ എന്താണ് എ ആണെന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സബ് കൾച്ചർ. സബ് കൾച്ചറിനെ പറ്റി എന്താണ് നോട്ട് ട്രൂ ആണ് നോക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സബ് കൾച്ചേഴ്സ് കംപ്ലീറ്റ്ലി റിജക്ട് ദ വാല്യൂസ് ഓഫ് ഡോമിനന്റ് കൾച്ചർ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല, അവർക്ക് അവരുടെ വാല്യൂസ് ഉണ്ടെങ്കിൽ അവർ മറ്റേ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം തെറ്റ്. അപ്പം എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്കിത് ഈ ക്വസ്റ്റ്യനിൽ ശരിയായിട്ട് എടുക്കാം. സെക്കൻഡ് എന്താണ് സബ് കൾച്ചേഴ്സ് ഷെയർ സം എലമെന്റ്സ് വിത്ത് ദ മെയിൻ സ്ട്രീം കൾച്ചർ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ എന്താണത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് റീജിയണൽ കമ്മ്യൂണിറ്റീസ് ക്യാൻ ഫോം സബ് കൾച്ചേഴ്സ്. അവർക്കും സബ് കൾച്ചേഴ്സ് ഫോം ചെയ്യാം, അത് ശരിയാണ്. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. സബ് കൾച്ചേഴ്സ് കനോട്ട് എക്സിസ്റ്റ് വിത്തിൻ നാഷണൽ കൾച്ചേഴ്സ്. അത് തെറ്റാണ്. സബ് കൾച്ചേഴ്സ് നാഷണൽ കൾച്ചേഴ്സിൻ്റെ കീഴിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 4ഉം ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ. നോട്ട് ട്രൂ അബൌട്ട് എന്തിനെ കുറിച്ച്? എത്നോസെൻട്രിസം. എത്നോസെൻട്രിസം ആൻഡ് കൾച്ചറൽ റിലേറ്റീവ്സ്. എത്നോസെൻട്രിസം പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് എമോങ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അങ്ങനെയാണോ? നമ്മുടെ ഓൺ കൾച്ചറാണ് സുപ്പീരിയർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ അണ്ടർസ്റ്റാൻഡിങ് വരുമോ? ഇല്ല. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് എടുക്കാം. കാരണം എന്താണ്? നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. കൾച്ചറൽ റിലേറ്റീവിസം എൻകറേജസ് ജഡ്ജിങ് അതർ കൾച്ചേഴ്സ് ബൈ ഓൺ സ്റ്റാൻഡേർഡ്സ്. വൺസ് ഓൺ സ്റ്റാൻഡേർഡ്സ്. അതാണോ? നമ്മൾ സ്വന്തം സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ മറ്റേ കൾച്ചറിനെ ജഡ്ജ് ചെയ്യുന്നത്. അവരുടെ ഓൺ വാല്യൂ വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണ്. പക്ഷെ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് എടുക്കാം. എത്നോസെൻട്രിസം മേ ലീഡ് ടു prejudice ആൻഡ് കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അത് ശരിയല്ലേ? നമ്മുടെ സ്വന്തം കൾച്ചർ മാത്രം വലുതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അവിടെ prejudice മിസ്അണ്ടർസ്റ്റാൻഡിങ് വരത്തില്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നോട്ട് ട്രൂ ആയതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരത്തില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കൾച്ചറൽ റിലേറ്റീവിസം സപ്പോർട്ട്സ് വ്യൂയിങ് എ കൾച്ചർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ വാല്യൂസ്. അതാണ് നമ്മുടെ ശരിക്കുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 1 and 2 ആണ്. ഓപ്ഷൻ നോക്കുക. 1 and 2 is A. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നോട്ട് ട്രൂ ആണോ ട്രൂ ആണോ എന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡെഫിനറ്റ്ലി നോക്കുക. അതിനകത്ത് അനുസരിച്ചിട്ട് ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്സ്. ബൈ.